നിർഭൻ ചക്രവർത്തി കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെതിരെ ദേശീയ നേതൃത്വത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ മാത്രമല്ല പരാതികളും പ്രതിഷേധങ്ങളും വരുന്നത്. സംസ്ഥാന സമിതിക്ക് ഉള്ളിൽ, സംസ്ഥാന നേതാക്കൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പുകച്ചിലും വിഭാഗീയതയും അത് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് മുതൽ ഉണ്ടായതാണ്. അത് ഒന്നുകൂടെ കൊഴുക്കുകയാണ്. കാരണം അവർക്കൊരു പുതിയ ആയുധം കൂടെ ലഭിച്ചിരിക്കുന്നു, അല്ലേ നിർഭൻ? തീർച്ചയായും വലിയ തരത്തിലുള്ള ആഘാതമാണ് സംസ്ഥാനത്തെ BJPയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളതെന്ന കാര്യം വസ്തുതയാണ്. കഴിഞ്ഞ ദിവസത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം അദ്ദേഹം ചെങ്ങന്നൂരിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ വാർത്ത സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ കേരളത്തിൽ ചർച്ചയാകുന്നത്. കേരളത്തിൽ പല BJP നേതാക്കൾ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തി. എന്താണ് പാർട്ടി വിശദീകരിക്കേണ്ടത് എന്ന തരത്തിലുള്ള ആശയക്കുഴപ്പം സംസ്ഥാന നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അടക്കം, വക്താക്കൾക്ക് അടക്കം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ചർച്ചകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, മാധ്യമങ്ങൾ പലരും ബന്ധപ്പെടുന്നുണ്ട്, ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് പറയേണ്ടത് എന്ന തരത്തിലുള്ള ആശയക്കുഴപ്പം BJPയുടെ സംസ്ഥാന ലീഡർഷിപ്പിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെല്ലാം ഉണ്ടായി. തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖരനെ അവരെല്ലാം ബന്ധപ്പെടുന്നത്. ഉടൻ തന്നെ ചെങ്ങന്നൂരിൽ നിന്ന് അദ്ദേഹം നിശ്ചയിച്ച പരിപാടികളെല്ലാം റദ്ദാക്കി അടിയന്തരമായി തിരുവനന്തപുരത്തേക്ക് വന്നു. തിരുവനന്തപുരത്ത് അടിയന്തരമായി BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മാരാർജി മന്ദിരത്തിൽ യോഗം ചേർന്നു. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന നേതാക്കളെല്ലാം വിളിച്ചു ചേർത്താണ് അടിയന്തരമായി യോഗം ചേർന്നത്. ആ യോഗത്തിന് വരുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ അവിടെ കാത്തിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് എന്ന കാര്യത്തിൽ അറിയാൻ. കാരണം ഈ വാർത്ത വിഷ്ണു തലവൂർ ഈ വരുന്ന കഴിഞ്ഞ 16-നാണ് കേരളം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, പ്രത്യേകിച്ച് BJPയുടെ ദേശീയ നേതാവാണ്. കർണാടകയിലാണ് ഈ വിഷയം നടക്കുന്നത്. അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അടങ്ങിയ പരാതിക്കാരൻ്റെ വിവരങ്ങളും രേഖകളും അടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ആദ്യം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനോട് സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചതും കൈരളി ന്യൂസാണ്. കൊച്ചിയിൽ നിന്ന് ഉമേഷാണ് നമ്മുടെ റിപ്പോർട്ടർ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾ കൈരളിയല്ലേ, കൈരളി തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ എന്ന് വളരെ പരിഹാസത്തോടെ മറുപടി പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ തമസ്കരിച്ചുവെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ പലരും പലതരത്തിൽ ഈ വാർത്ത തമസ്കരിച്ചുവെങ്കിലും ഇന്നലെയോടുകൂടി വാർത്ത കൂടുതൽ സജീവമായി ചർച്ചയായി. കാരണം വാർത്തയുടെ വസ്തുത അതീവ ഗൗരവതരമാണ്. ഏകദേശം 500 കോടി രൂപയുടെ അഴിമതി, 175 ഏക്കർ ഭൂമി സർക്കാർ കാർഷിക ആവശ്യത്തിനു വേണ്ടി കർഷകരിൽ നിന്ന് എടുക്കുന്ന ഭൂമി, അത് വ്യവസായ ആവശ്യത്തിന് ലീസിൽ കുറഞ്ഞ വിലയ്ക്ക് നൽകുന്ന, ലീസിൽ നൽകിയ ഭൂമിയാണ് അനധികൃതമായി രാജീവ് ചന്ദ്രശേഖരനും കുടുംബവും മറിച്ചു വിറ്റിരിക്കുന്നത്. 500 കോടി രൂപയുടെ ലാഭമുണ്ട് എന്നതാണ് പ്രഥമ ദൃഷ്ട്യാ തന്നെ പരാതിക്കാരൻ പറയുന്നത്. അത്തരൊരു വിഷയത്തിൽ BJPയുടെ സംസ്ഥാന ഘടകത്തിന് ഇതുവരെ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ സംസ്ഥാന ഓഫീസിൽ നിന്നോ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ യോഗത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെ മാധ്യമപ്രവർത്തകർ അവിടെ കാത്തിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയില്ല. മാത്രമല്ല മറ്റു ചില വിവരങ്ങൾ കൂടി അറിയുന്നുണ്ട്. അദ്ദേഹം വലിയ തരത്തിൽ ക്ഷുഭിതനായി BJP ഓഫീസിൽ പെരുമാറി എന്ന തരത്തിലാണ്. അത് ഈ വാർത്തകളെല്ലാം BJP ആസ്ഥാനത്ത് നിന്ന് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന തരത്തിലുള്ള പ്രകോപനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മാത്രമല്ല ഓഫീസിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ജീവനക്കാരടക്കം വരുന്ന മുഴുവൻ പേരുടെയും ഫോൺ അദ്ദേഹം തന്നെ നേരിട്ട് വാങ്ങി പരിശോധിച്ചു. ഫോൺ കൈമാറണം എന്ന തരത്തിൽ അദ്ദേഹം പെരുമാറി എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ BJP സംസ്ഥാന ലീഡർഷിപ്പിൽ 2 ചേരിയായി തിരിഞ്ഞത് രാജീവ് ചന്ദ്രശേഖരൻ വന്ന ശേഷം പരമ്പരാഗതമായി ഉണ്ടായിരുന്ന BJP സംവിധാനങ്ങളാകെ നിശ്ചലമായി. മറിച്ച് PR ഏജൻസിയുടെ കയ്യിലേക്ക് കാര്യങ്ങൾ പോയി. S സുരേഷ് എന്ന BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഒപ്പം തന്നെ അനൂപ് ആൻ്റണിയും നേതൃത്വത്തിലുള്ള കിച്ചൺ ക്യാബിനറ്റാണ് ഇപ്പോൾ BJPയുടെ പ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്നത് എന്ന തരത്തിലുള്ള വിമർശനം നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വിമർശനത്തിനൊപ്പമാണ് നിർണായകമായ യോഗത്തിൽ നിന്ന് V മുരളീധരനെയും K സുരേന്ദ്രനെയും പലപ്പോഴും ക്ഷണിക്കാത്ത അവസ്ഥ. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ BJP സംസ്ഥാന നേതൃത്വം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ സമരത്തിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുനിന്നു. അങ്ങനെ 2 തരത്തിലുള്ള ചേരിയുണ്ട്. അതിൽ കൃഷ്ണദാസ് പക്ഷവും ഈ സുരേഷും ഈ അനൂപ് ആൻ്റണിയും നേതൃത്വം നൽകുന്ന വിഭാഗമാണ് പൂർണ്ണമായ പിന്തുണ രാജീവ് ചന്ദ്രശേഖരൻ നൽകുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ PR ഗ്രൂപ്പും ഇത്തരത്തിൽ BJPയുടെ അടിസ്ഥാനപരമായി വ്യവസ്ഥാപിതമായി നേരത്തെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന വലിയ തരത്തിൽ ഈ BJPയുടെ വിഷയങ്ങൾ, ദൈനംദിന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന K സുരേന്ദ്രനും V മുരളീധരനും പൂർണ്ണമായി അതൃപ്തമായ മറുനിരയായി തന്നെ നിൽക്കുന്നു, മറുചേരിയായി തന്നെ നിൽക്കുന്നു. അവർക്ക് തന്നെ ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലാണ്. അതുകൊണ്ട് BJPയുടെ സംസ്ഥാന ഘടകം ഈ വിഷയത്തിൽ വലിയ അങ്കലാപ്പിലാണ് ഉള്ളത് എന്ന കാര്യം വസ്തുതയാണ്. ഒപ്പം തന്നെ വിനിഷ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. BJPയുടെ സംസ്ഥാനത്തെ അധ്യക്ഷൻ
പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവ് മാത്രമല്ല ഒരു ചാനലിൻ്റെ മുതലാളി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള വാർത്ത എത്രമാത്രം ലാഘവത്തോടെയാണ് പൂർണ്ണമായി തമസ്കരിക്കാനുള്ള ശ്രമം കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയെന്നതാണ്. ഇന്നും വർത്തമാന പത്രങ്ങളിലൊന്നും ആ വാർത്ത ഇടം പിടിച്ചില്ല എന്നതാണ്. മറ്റൊരു നേതാവിനെതിരെ, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനെതിരെ ഈ 500 കോടിയൊന്നും വേണ്ട, ഏതെങ്കിലും നാമമാത്രമായ ലക്ഷക്കണക്കിന് രൂപയുടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം വന്നാൽ പോലും തന്നെ ഇന്ന് ഒന്നാം പേജിൽ അച്ചുനിരത്തുമായിരുന്ന വെണ്ടയ്ക്ക വലിപ്പത്തിൽ അച്ചുനിരത്തുമായിരുന്ന മാധ്യമങ്ങൾ ഇന്നും ആ വാർത്ത തൊട്ടിട്ടില്ല. ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത് ഈ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രമായ വീക്ഷണം ദിനപത്രമാണ്. ഞാൻ വീക്ഷണം ദിനപത്രം അടക്കം പരതി നോക്കി. വീക്ഷണത്തിൽ പോലും ഒരു വരി രാജീവ് ചന്ദ്രശേഖരനെതിരെ വാർത്തയില്ല. മറ്റ് മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും, വിനിഷ തന്നെ ഇന്ന് വർത്തമാന പത്രങ്ങൾ രാവിലെ സെൻട്രൽ ഡെസ്കിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി വാർത്തകൾ പരിശോധിച്ച് കാണും. ഒരു മാധ്യമവും വർത്തമാന പത്രങ്ങളും രാജീവ് ചന്ദ്രശേഖരൻ എന്ന ചാനൽ മുതലാളിയുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെതിരെയുള്ള ഒരു വാർത്ത ഒരു വരി പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. അങ്ങനെ കേരളത്തിൽ, കർണാടകയിൽ നടന്ന വിഷയമാണെങ്കിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് തന്നെ എന്തുമാത്രം പരിഗണനയാണ് അദ്ദേഹത്തിന് മാധ്യമങ്ങൾ കേരളത്തിൽ നൽകുന്നത്. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് പലരും നിരത്തിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു വാർത്ത, ആരോപണം പരാതിയായി വന്നിട്ട് പോലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രമായ വീക്ഷണത്തിൽ പോലും ഒരു വരി നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. വിനിഷ. യെസ്, വളരെ വിശദമായി തന്നെ നിർഭൻ ആ സാഹചര്യം വിശദീകരിച്ചു കഴിഞ്ഞു.